കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽ തുമ്പിൽ. നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇന്നലെ 8 മണിക്ക് വാഴക്കുളം ടൗണിൽ പഴയ പമ്പിന് സമീപം ഉണ്ടായ അപകടത്തിൻ്റെ CCTV ദൃശ്യമാണ് ഈ കാണുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയ്ക്ക് വരുന്ന ബസ്സാണ് വരുന്നത്. എന്നാൽ ബസ്സിൻ്റെ അപ്പുറത്ത് വശത്തുകൂടി പോയ 2 ബൈക്കുകൾ കൂട്ടിയിടിച്ചതാകാം. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് ബസ്സിൻ്റെ ടയറിൻ്റെ അടിയിൽ പോയി. ദാരുണാന്ത്യം കണ്ടു നിന്നവർ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കലൂർക്കാട് മണിയന്ത്രം സ്വദേശിയാണ്. മണിയന്ത്രം സ്വദേശി 22 വയസ്സുള്ള ശ്രാപിക്കൽ വിമലാണ് മരണപ്പെട്ടത്. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് വാഴക്കുളം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൈനാപ്പിളിൻ്റെ മാർക്കറ്റായ ഈ വാഴക്കുളം ടൗണിൽ വാഹനങ്ങൾ എല്ലാം പാർക്ക് ചെയ്യുന്നത് റോഡിൻ്റെ 2 സൈഡുകളിലുമാണ്. കൂടെ മാർക്കറ്റിലേക്ക് ചരക്കുകൾ ഇറക്കുന്നതിനുള്ള വാഹനങ്ങളും പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഓട്ടോറിക്ഷക്കാർ തലങ്ങും വിലങ്ങും തോന്നിവാസം ഓടുന്നു. ട്രാഫിക് നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഈ ടൗണിൽ കാൽനടയായിട്ട് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വരെയുള്ള സൗകര്യക്കുറവാണ്. തൊടുപുഴ പട്ടണവും ഇടുക്കിയുടെ കവാടം മുതൽ സ്മിത ഹോസ്പിറ്റൽ തൊട്ട് ബെംഗളൂർ ഉൾപ്പെടെ ടൗണ് വരെ അനധികൃത കച്ചവടങ്ങളും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതും ഇതുപോലെ തന്നെയുള്ള അപകടങ്ങൾ വരാൻ ഏറെ സാധ്യതകളുമുണ്ട്. കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും പഠിക്കില്ലാത്ത നിയമപാലകരും ഒരു കൂട്ടം ജനസമൂഹവും ടൗണുകളിലെ ശാന്തിയും സമാധാനവും നശിപ്പിക്കപ്പെടുകയാണ്. എന്തായാലും ഒരു പെയിൻറ്റിംഗ് തൊഴിലാളിയായ പാവപ്പെട്ട വീട്ടിലെ ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട നാട്ടുരാജ്യ ന്യൂസിൻ്റെയും ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും അശ്രദ്ധ മൂലം ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും വ്യവസായികളും ഇനിയും ഇതുപോലുള്ള ദാരുണാന്ത്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ.